ദൈവ തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, വിശുദ്ധനായ പൗലോസ്ലീഹ റോമർക്കെഴുതിയ ലേഖനം 8-ാം അധ്യായത്തിൽ 28-ാമത്തെ വാക്യമാണ് ഇന്നത്തെ ചിന്താവിഷയം. പരിഹാരമില്ലാത്ത പ്രശ്നങ്ങളിലും പരാജയങ്ങളുടെ സമ്മർദ്ദങ്ങളിലും ഉൾപ്പെട്ട് നന്നായി ഒന്നുറങ്ങുവാൻ പോലും കഴിയാതെ മനോവേദനയോട് കഴിയുന്ന അനേകം ആളുകൾക്ക് ശുദ്ധമുള്ള റോമർ 8-ാം അധ്യായം 28-ാമത്തെ വാക്യം നൽകുന്ന ആശ്വാസം വാക്കുകൾക്ക് അപ്പുറമാണ്. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. അപ്പോസ്തലനായ പൗലോസ്ലീഹ അദ്ദേഹത്തിൻ്റെ ലേഖനങ്ങളിൽ സ്വന്തം അനുഭവങ്ങളാണ് രേഖപ്പെടുത്തി പങ്കുവെക്കുന്നത്. അപ്പോൾ ദൈവം സ്നേഹിക്കുന്നതിനെ കുറിച്ചാണ് വിശുദ്ധ ശ്ലീഹായുടെ പൊതുവെയുള്ള എല്ലാ ലേഖനങ്ങളിലും നമുക്ക് കാണുവാൻ കഴിയുന്നത്. എന്നാൽ ഇവിടെ ദൈവത്തെ സ്നേഹിക്കുന്നവരെ കുറിച്ചാണ് പറയുന്നത്. കഷ്ടപ്പാടുകളും ദുരന്തങ്ങളും ദുഃഖങ്ങളും പരാജയവും ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ ഞാനും നിങ്ങളും എല്ലാ മനുഷ്യരും ഒരുപോലെ ചിന്തിക്കും, ദൈവം സ്നേഹിക്കുന്നവനാണോ, ദൈവമുണ്ടോ? ഇങ്ങനെയുള്ള വികലമായ ചിന്തകൾ, ശിഥിലമായ ചിന്തകൾ നമ്മുടെ ജീവിത സാഹചര്യത്തിൽ നമ്മുടെ മനസ്സിലേക്ക് അറിഞ്ഞോ അറിയാതെയോ പലപ്പോഴും കടന്നു വരാറുണ്ട്. അപ്പം ഇവിടെ വളരെ വ്യക്തമായിട്ട് റോമർക്കെഴുതിയ ലേഖനം 28-ാമത്തെ വാക്യം പ്രബോധിപ്പിക്കുകയാണ്. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. ഇപ്പോൾ പാരീസ് ഒളിമ്പിക്സിലെ മെഡൽ നഷ്ടത്തിൻ്റെ നിരാശയ്ക്കിടയിലും ഗുസ്തി താരം വിനേഷ് ഫോഗട്ടിൻ്റെ വിപണി മൂല്യം വർദ്ധിച്ചു എന്നാണ് സമകാലിക മാധ്യമ റിപ്പോർട്ടുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. അപ്പോൾ ഒളിമ്പിക്സ് ആ വേദിയിൽ നിന്നും വിനേഷ് ഫോഗട്ട് പുറത്താക്കപ്പെട്ട് പരാജയത്തിൻ്റെ കയ്പ് നീര് കുടിച്ച വിനേഷിൻ്റെ ബ്രാൻഡ് മൂല്യം പുറത്താക്കപ്പെട്ടതിന് ശേഷം 1 കോടി രൂപയായി ഉയർന്നു വർദ്ധിച്ചു. അപ്പോൾ വിനേഷ് ഫോഗട്ട് ഈ വേദിയിൽ നിന്ന്, കായിക വേദിയിൽ നിന്ന് പുറത്താക്കപ്പെടുന്നതിന് മുമ്പ് വിനേഷിൻ്റെ മൂല്യമെന്ന് പറയുന്നത് 25 ലക്ഷം രൂപ മാത്രമായിരുന്നു. കേവലം 100 ഗ്രാം തൂക്കത്തിൻ്റെ പേരിൽ അധികൃതർ ഗൂഢാലോചന നടത്തി അനധികൃതമായി ഈ വിനേഷിനെ പുറത്താക്കിയതിന് ശേഷം വിവിധ മേഖലകളിലെ 15ഓളം ബ്രാൻഡുകൾ വിനേഷ് ഫോഗട്ടിന് തങ്ങളുടെ പരസ്യമുഖമാക്കാൻ തീരുമാനിച്ചു. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത്, നമ്മുടെ കൺമുന്നിൽ ലൈവായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നതിൽ നിന്ന് നമുക്ക് ഗ്രഹിക്കുവാൻ സാധിക്കുന്നത്, ജീവിതത്തിൽ ചില പരാജയങ്ങളും ജീവിതത്തിൽ ചില തോൽവികളുമൊക്കെ നമ്മുടെ മൂല്യം വർദ്ധിപ്പിക്കുവാൻ സഹായകരമായി തീരുമെന്ന സത്യമാണ് വിനേഷ് ഫോഗട്ടിൻ്റെ കായിക ജീവിതം നമ്മോട് പറഞ്ഞു വയ്ക്കുന്നത്. ആഗ്രഹങ്ങൾ നിറവേറാതിരിക്കുമ്പോൾ പരാജയവും പുറത്താക്കലും ഒറ്റപ്പെടലും നേരിടേണ്ടി വരുമ്പോൾ ദൃഢമായി വിശ്വസിക്കണം, നമ്മുടെ വേദനകളും ദുഃഖങ്ങളും പരാജയങ്ങളും നന്മയ്ക്കായി പരിണമിക്കുമെന്നുള്ള ദൃഢമായ വിശ്വാസമാണ്
ക്രൈസ്തവ ജീവിതം നയിക്കുന്ന അല്ലെങ്കിൽ ഈശ്വര വിശ്വാസത്തിൽ ജീവിക്കുന്ന സമസ്ത മതവിശ്വാസികൾക്കും അനിവാര്യമായിരിക്കുന്നത്. വിശുദ്ധനായ പൗലോസ്ലീഹ തീമോത്തിയോസിന് എഴുതിയ 2-ാം ലേഖനത്തിൽ 2-ാം അധ്യായത്തിൽ 12-ാമത്തെ വാക്യത്തിൽ പറയുന്നു, നാം സഹിക്കുന്നു എങ്കിൽ, നാം ഉറച്ച് നിൽക്കുന്നു എങ്കിൽ നാം അവനോട് കൂടെ വാഴും. അപ്പോൾ യേശു ക്രിസ്തുവാകുന്ന ദൈവത്തോട് കൂടെ വാഴുവാൻ നമുക്ക് സാധിക്കണമെങ്കിൽ പരാജയത്തിലും ദുഃഖത്തിലും കഷ്ടതയിലും നിബന്ധിക്കുന്നതായ സാഹചര്യങ്ങളിൽ കർത്താവായ യേശുവിനോടൊപ്പം സഹിക്കുന്നുവെങ്കിൽ, ഉറച്ച് നിൽക്കുന്നുവെങ്കിൽ അവനോട് കൂടെ വാഴുവാൻ നമുക്ക് കഴിയും. അതിനാൽ ഉറച്ച് നിൽക്കുക എന്നത് ക്രൈസ്തവ ജീവിതം നയിക്കുന്ന ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം വിശ്വാസത്തിൻ്റെ മാറ്റ് ഉരയ്ക്കപ്പെടുന്ന ഒരു സംഭവമായിട്ട് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, നമ്മുടെ പൂർവിക പിതാക്കന്മാര് പാടി പറഞ്ഞു വെച്ചത്, വേണ്ട കഷ്ടത വീൺചിന്തയുമടിയാരിന്നൊഴിക്ക സൽക്രിയകൾക്ക് മനഃശുദ്ധ്യ സംഗതി വരണേ ഞങ്ങൾക്ക്. അപ്പം കഷ്ടതകൾ വേണ്ട എന്നുള്ള വ്യർത്ഥമായ ചിന്തകൾ നമ്മുടെ ഹൃദയത്തിൽ മനസ്സിൽ ഉണ്ടാകാൻ പാടില്ല. ആ കഷ്ടതകളുടെയും പരാജയത്തിൻ്റെയും നടുവിൽ ജീവിക്കുമ്പോഴും നമ്മുടെ മൂല്യം വർദ്ധിപ്പിക്കുവാൻ നമ്മുടെ കർത്താവായ യേശു ഇന്നും ജീവിക്കുന്നത് കൊണ്ട് ആ യേശുവിനോട് കൂടെ ഉറച്ച് നിൽക്കുവാൻ നമുക്ക് കഴിയണം. അപ്പം കഷ്ടതകൾ വേണ്ട എന്നുള്ള ചിന്ത മനസ്സിൽ നിന്ന് പൂർണ്ണമായിട്ട് നീക്കിക്കളഞ്ഞിട്ട് ശുദ്ധമായ മനസ്സോടെ പരമാർത്ഥത നിറഞ്ഞ ഹൃദയത്തോടുകൂടി നന്മ ചെയ്ത് ജീവിക്കുവാൻ പരാജയ ജീവിതവേളകളിലും ദുഃഖങ്ങളുടെയും ദുരന്തങ്ങളുടെയും നടുവിലും ഒരു ക്രിസ്ത്യാനിക്ക് കഴിയണമെന്നാണ് റോമർക്കെഴുതിയ ലേഖനം 8-ാം അധ്യായം 28-ാമത്തെ വാക്യം പ്രബോധിപ്പിക്കുന്നത്. ആ വാക്യം ഒരിക്കൽ കൂടി നമ്മുടെ മനസ്സിലേക്ക് നമുക്ക് പകർന്നെടുക്കാം. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. അതുകൊണ്ട് ആഗ്രഹങ്ങൾ നിറവേറാതിരിക്കുമ്പോഴും പരാജയങ്ങളും ഒറ്റപ്പെടുത്തലുകളുമൊക്കെ ജീവിതത്തിൽ സംഭവിക്കുമ്പോൾ എല്ലാം നന്മയ്ക്കായി പരിണമിക്കുമെന്നുള്ള ഉറച്ച വിശ്വാസത്തോടുകൂടി നസ്രായനായ യേശുക്രിസ്തുവാകുന്ന ദൈവത്തോടു കൂടെ വസിക്കുവാൻ നിങ്ങൾക്ക് സാധ്യമാകട്ടെ, എനിക്ക് കഴിയുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ച് എൻ്റെ വാക്കുകളെ നിർത്തുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.